ഒരു വീട് വെക്കുമ്പോൾ അതിനൊരു കിണർ അത്യാവശ്യമാണ്, ഒരു വീടിന് കിണർ അത്യാവശ്യമാണ്. അങ്ങനെ 2024 ജനുവരി 13 ഞാൻ കിണറിനുള്ള കുറ്റിയടിച്ചു. എളാപ്പയാണ് കുറ്റിയടിച്ചതും കിണർ പണി സ്റ്റാർട്ട് ചെയ്തതും. അങ്ങനെ പണിക്കാർ കിണറിൻ്റെ പണിയൊക്കെ തുടങ്ങി, ഉഷാറായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 4 കോലായപ്പോൾ കിണറിൽ വെള്ളം കണ്ടു. കാരണം പാടത്താണ് വീട്, പെട്ടെന്ന് തന്നെ 4 കോലിൽ തന്നെ വെള്ളം കണ്ടു. വെള്ളം കണ്ടപ്പോൾ പണിക്കാർ പറഞ്ഞു ഇനിയിപ്പോൾ നമുക്കിത് കളക്കാൻ പറ്റൂല, കാരണം വെള്ളത്തിൽ കളക്കാൻ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. അപ്പോൾ ഇനി നല്ല വേനലാവട്ടെ, നല്ല വേനൽ ലാസ്റ്റിൽ നമുക്ക് ബാക്കി കളക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കളൊക്കെ നിർത്തിപ്പോയി. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, കിണറിന് ചുറ്റുമതിൽ കെട്ടിയിരുന്നു. കാരണം കുട്ടികളൊക്കെ ഉള്ളതല്ലേ വീട്ടിൽ, അവരൊക്കെ കുട്ടികൾ നായ്ക്കളും പൂച്ചയൊക്കെ കിണറിൽ വീഴുന്നുള്ളവർക്ക് ചുറ്റുമതിലൊക്കെ കെട്ടി റെഡിയാക്കിയിരുന്നു. പിന്നെ ബാക്കി കളിച്ചത് ഞാൻ നാട്ടിൽ പോയ സമയത്തായിരുന്നു, വെക്കേഷനിൽ പോയ സമയത്താണ് ബാക്കി കള കളിച്ചത്, ഏപ്രിലിൽ. അങ്ങനെ പണിക്കാർ കളിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം, കിണറിൽ ഇറങ്ങി അവരെ കൂടെ കിണർ പണി എടുക്കാൻ. അങ്ങനെ ഞാനും തന്നെ അവരെ കൂടെ ഇറങ്ങി പണിയൊക്കെ തുടങ്ങി. പണിക്കാരിനോട് പറഞ്ഞ് കിണർക്ക് ഇറങ്ങാൻ അത്ര സുഖം ഉണ്ടാവില്ല കയറാൻ. പക്ഷെ എനിക്ക് വലിയ പ്രയാസം തോന്നിയില്ല, വല്ലാതെ കൊണ്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇറങ്ങാൻ ധൈര്യപ്പെട്ടത്. അങ്ങനെ കിണറിൻ്റെ പണിയിൽ ഞാനും പങ്കാളിയായി. ഒരു 7 പാമ്പിരി ആയപ്പോൾ കിണറിൽ അൽഹംദുലില്ലാ വെള്ളം കണ്ടു. ഏപ്രിൽ 30 കിണറിൽ വെള്ളം കണ്ടത്. അപ്പോൾ പണിക്കാർക്കൊരു സന്തോഷം എന്നുള്ള എനിക്ക് കുറച്ച് മധുരങ്ങളും ചായയൊക്കെ ഉണ്ടാക്കി അവരെ സന്തോഷിപ്പിച്ചു. കുറച്ച് ലഡു, ജിലേബി അങ്ങനെയുള്ള സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് പണിക്കാർക്ക് കൊടുത്തു. പണിക്കാരൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. അങ്ങനെ ആ സമയത്ത് അവിടെ വീടിൻ്റെ സെൻറ്ററിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട്, എൻ്റെ വീടിൻ്റെ സെൻറ്ററിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട്, അനിയൻ്റെ വീടിൻ്റെ പെയിൻറ്റും പണിയൊക്കെ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ പണിക്കാരുണ്ടായിരുന്നു. അവരൊക്കെ വന്ന് ഇതിൽ പങ്കാളികളായി. എല്ലാവർക്കും ചായയും മധുരമൊക്കെ കൊടുത്തപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. അങ്ങനെ 9 പാമ്പിരിയിൽ കള നിർത്തി കിണറിന് നല്ലൊരു നെറ്റൊക്കെ കൊടുത്തിട്ട്, കാരണം അപ്പുറത്തൊക്കെ തെങ്ങും പിന്നെ പ്ലാവൊക്കെ ഉള്ളതുകൊണ്ട് തേങ്ങയും ചമ്മലൊന്നും വിടാതിരിക്കാൻ വേണ്ടിയിട്ട് കിണറിന് നല്ല നെറ്റൊക്കെ ഇട്ട് സെറ്റാക്കി കപ്പിയും കയറൊക്കെ കൊടുന്നു വെച്ചു. നമ്മളെ ചാച്ചുവാണ് ആദ്യമായിട്ട് കിണറിന് വെള്ളം കോരി ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ആ പരിപാടിക്ക് വേണ്ടിയിട്ട് ചാച്ചുവിനെ വിളിച്ചിട്ടുണ്ട്. കിണറിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഫസ്റ്റിൽ കിണറിന് വെള്ളം കോരുന്ന ചാച്ചുവാണ്. ഞാൻ ആ വീഡിയോയാണ് കാണാൻ പോകുന്നത്. ഓക്കെ, യെസ്, പത്ത്. ആദ്യമായിട്ട് നമ്മളെ കിണറ്റിൽ നിന്ന് വെള്ളം ഉദ്ഘാടനം ചെയ്തത് കപ്പിയും കാറിട്ടിട്ട് എൻ്റെ മിസ്റ്റർ ഷാസിൽ മുർക്കാർ. അവിടെ വെക്കും. അല്ലല്ല, അവർ കുടിച്ചോ, അങ്ങനല്ല, ഇരുന്ന് അവിടെ ഇരിക്കും, ഇങ്ങനെ കുടിക്കും. കുടിക്ക്, അങ്ങനെ ഇരിക്കാനല്ല, അടുത്ത് പോന്നിച്ചിട്ട്.